ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബി ആർ റാങ്കഡ് കളിച്ചിരുന്നു. ബുയ അടിച്ചിട്ടുണ്ട്. നമ്മൾ 6-5 കില്ല് വെച്ച് നമ്മൾ AW എടുത്തിട്ടുണ്ട്. പിന്നെ 2 കില്ല് വെച്ച് ഏതൊക്കെ കണ്ണെടുത്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബി ആറിൻ്റെ ഹൈലൈറ്റ്സ് കാണിച്ചിട്ട് നമ്മൾ ബുയ എടുത്തിട്ടുണ്ട്. എനിക്ക് 9 കില്ലായിട്ടുണ്ട്. ഓക്കെ, ഒരു ടീമേറ്റും ഉണ്ടായിരുന്ന അവൻ 2 കില്ലായി അടിക്കുന്നത്. അവൻ ചില സമയത്ത് ചത്തുപോയി ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് അവന് കില്ലെടുക്കാൻ പറ്റിയില്ല. നമ്മൾ ബൂയി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഹൈലൈറ്റ്സ് കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലെയിനിലാണ്. പ്ലെയിനിൽ നിന്ന് നമുക്ക് ബ്രസീലിയനാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലാണ് ഫ്ലാഗ്. ഞാൻ പറയാം ബ്രസീലിയനിൽ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായി എൻ്റെ ഫ്ലാഗ് ഇല്ല, വേറെ ഒരുത്തൻ്റെ ഫ്ലാഗാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവനെന്ത് ഇറങ്ങാത്തതെന്ന് നോക്കുമ്പോൾ ഞാൻ അൺഫോളോ അടിച്ചിട്ട് ഞാൻ വേറെ സ്ഥലത്തോട്ട് ഇറങ്ങി. അവിടെയാണ് ബ്രസീലിയ ഇറങ്ങി. ബ്രസീലിയ ഉറപ്പില്ല. നമ്മളിങ്ങനെ ബ്രസീലിയാന്ന് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുത്തൻ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഒരുത്തൻ്റെ നെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ 4 പേര്. പിന്നെ ഞാൻ മാറി ഇറങ്ങി. ഈ വലിയ വീട്ടിൻ്റെ വലിയ ഇറങ്ങി. വീട്ടിൻ്റെ വലിയ ഇവിടെ ഇറങ്ങി. ഓക്കെ, ഇവിടെ 2 പേരുണ്ടെന്ന്. ഞാൻ ഒരുത്തൻ്റെ കില്ല് കൊന്നു. നമുക്ക് ആദ്യം തന്നെ VSS പിന്നെ ഹെൽമെറ്റും ബോംബും പിന്നെ മെഡിക്കറ്റും കിട്ടിയായിരുന്നു. ഞാൻ ആദ്യം ഒരു സൗണ്ട് കേട്ടപ്പോൾ പേടിച്ചു. ഞാൻ എൻ്റെ ടീമേറ്റ് ആയിരുന്നു. ഓക്കെ, നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ ലൂട്ട് എടുക്കുമ്പോൾ ഓരോ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ കിടന്നു പോകുന്നു അറിയാതെ. എൻ്റെ ടീമേറ്റ് ടൗൺ ആയിരിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കയറി കൊടുത്ത ഈ കില്ലാണ് ഓക്കെ. ആ കില്ല് നോക്കുമ്പോ അവൻ ആ സൈഡിൽ കൂടി വന്നവനെ ഞാൻ കണ്ടില്ലേ. പിന്നെ ഏമാരി കൊണ്ട് ഫൈറ്റായി. അവൻ എന്റെ കില്ലും കുമ്മി. പിന്നെ ഗ്രനേഡ് ഇട്ട വ്യൂ എന്ന് പറഞ്ഞിരുന്നതാണ് ഞാൻ, പക്ഷെ ചമ്മിപ്പോയി ഗൈസ്. ഇല്ല. ഓക്കെ, ഒറ്റ മൈൻഡിൽ നമ്മൾ റഷ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഓടിയോണ്ടിട്ട് കയറി. അവനാണ് അടിയിൽ ഇങ്ങനെ അടിക്കാൻ പറ്റും. അവൻ ടീം വായ്പായി. അപ്പൊ നമ്മള് പേടിച്ചിരിക്കുകയായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഈ നേരം വന്നപ്പോ ഈ VSSന്റെ ഈ ഗ്ലൂ ആണെന്ന് ഇട്ടിട്ടാണ് ഇപ്പം ഓക്കെ. നമ്മള് ഈ ലൂട്ട് എടുത്ത് സെറ്റ് ആകുമായിരുന്നു. അപ്പം നമ്മളെ ടീമേറ്റും റിവൈവ് ആയിട്ടുണ്ട്. അല്ല, 2 ടീമേറ്റും നമ്മളെ റിവൈവ് ആയിട്ടുണ്ട്. പിന്നെ ഈ P90യും പ്ലാസ്മയും എടുത്ത് ഓടിയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കില്ലെടുക്കാന്ന് പറഞ്ഞ് ഓടുമ്പോ എന്റെ ഇതെല്ലാം പൊട്ടിയിരിക്കും. പക്ഷെ ഇന്ന് കുറച്ചു മുമ്പ് ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങളൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് പറഞ്ഞുതരാം. അത് എത്തുമ്പോ പറഞ്ഞുതരാം. ഓക്കെ, ഇതിന് ഇങ്ങനെ പോയതെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ സൗണ്ടാണ് അങ്ങനെ പോയാ. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോ തോനെ എമ്മീസ് ഒക്കെ ഉണ്ടായിരുന്നു. ബാങ്ക് എടുക്കാൻ നിന്നപ്പോ കേറിയില്ല. പക്ഷെ അവൻ ഇല്ലെടുത്തോണ്ട് പോയി. ഇങ്ങനെ പോകുമ്പോ ഈ വെന്റിംഗ് മെഷീൻ്റെ അകത്തൊന്നും ഇത് നോക്കിയായിരുന്നു ലെവൽ 3 ബാഗ്. പിന്നെ കിട്ടിയില്ല. പിന്നെ ഞാൻ ഇതിൽ നിന്ന് മേടിച്ചപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ടല്ലേ ഒരു കില്ലെടുത്തിട്ട് വന്നപ്പം പിന്നെ ഒരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. കെട്ടി. പിന്നെ എനിമിയൊന്നും കണ്ടില്ല കഴിച്ചു. ഞാൻ മാപ്പിലൊക്കെ നോക്കി, എന്നിട്ട് അടുത്തൊന്നും കാണുന്നില്ല കഴിച്ചു. ഞാൻ കണ്ടില്ല. എന്റെ 3 കില്ല് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ വെറുതെ. നമ്മള് എങ്ങോട്ടാ ഓടുന്നു എനിക്കറിയില്ല. എന്തിനും എനിക്കറിയില്ല. എന്റെ മെഷീനിൽ കയറിയിട്ട് ഞാൻ ഒരു AW മേടിച്ചിരുന്നു. AW മേടിച്ചിരുന്നിട്ടാണ് AW മേടിച്ച്. എന്നിട്ട് എങ്ങോട്ടാ പോയപ്പം എന്റെ ഇവിടെ ലെവൽ 3 ബാഗ് ഉണ്ട്.
ഞാൻ ഇങ്ങോട്ടാ വന്നപ്പോ ഇച്ചിരി ബാഗ് ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ ഓക്കെ ആണ്ടാ ഓരോ ലൂട്ട് എടുക്കുമ്പോൾ എന്താ ഇങ്ങനെ കിടന്ന് നടന്നു പോകുന്നു. എനിക്ക് എന്തെന്നറിയില്ല. കൈ തട്ടുന്നതാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അപ്പൊ നമ്മള് ടോക്കൺ എടുത്ത് വിചാരിച്ചു നമ്മള് റിവൈവ് ചെയ്യാൻ പോവാണ്. ടോക്കൺ എടുത്ത് പക്ഷേ 200 കിട്ടിയുള്ളൂ ഗൈസ്. അപ്പം ടോക്കൺ ആരെങ്കിലും പൊക്കുമെന്ന് വിചാരിച്ചു. എത്രയാണ് ഞാൻ പൊക്കിയെന്ന് എനിക്കറിയില്ല. എന്റെ 200 ഉള്ളൂ. അവിടെ ഒരാൾ നിന്നിട്ട് അയാൾക്ക് ഒരു ഹെഡ് ഒന്ന് കൊടുത്തു ഗൈസ്. ഓക്കെ അവനെ ഒന്ന് ഫിനിഷ് ആക്കി. ഞാൻ 400 ടോക്കൺ കിട്ടി. ഫ്രീ ആയിട്ട് നമ്മള് ഇവനെ ആരെയോ പൊക്കി കളഞ്ഞു ഗൈസ്. നമ്മള് ആദ്യത്തെയാണ് നമ്മൾ പൊക്കിയത്. ആദ്യത്തെ പ്ലെയർ നമ്മൾ പൊക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്റെ ടീമേറ്റ് എന്നുവെച്ചാൽ എന്റെ ഫ്രണ്ട് ഇങ്ങനെ ബബിൾ ഇങ്ങനെ പൊട്ടിക്കുന്നു. ഞാൻ AW ഉണ്ട്. AW എന്തെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇതാണ് ആയിരുന്നു ഇരുന്നത് ഗൈസ്. ഞാൻ ഇവന്റെ അടുത്ത് ഇങ്ങനെ ഇടിച്ചിടിച്ച് കാണിച്ചു പോയി റിവൈവ് ചെയ്യാൻ. എന്നിട്ട് മനസ്സിലായില്ല. എന്നിട്ട് അവൻ കത്താൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ മൈക്കോണാക്കി ഞാൻ പറഞ്ഞ് ബംഗാളിയെ പോയി റിവൈവ് ചെയ്യാം. അപ്പൊ അവൻ റിവൈവ് പോയി ഇട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അവന്റെ തോനെ വല്ല ടോക്കൊന്നുമില്ല. അവന്റെ സൈഡിലാകും നിൽക്കുമ്പോ എല്ലാരും ഇങ്ങനെ കില്ലെല്ലാം കാണൂലേ. അപ്പൊ ഞാൻ പൈസ നോക്കുമ്പോ അവന്റെ 300 ഉള്ളു ഗായ്സ്. പിന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടു. നമ്മൾ ഇവിടുന്ന് നടന്നു പോയി. പിന്നെ ഇവൻ എന്റെ ഫോളോ മീന്നാ എന്തരായിട്ട്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഓടി ഓടി കളിക്കായിരുന്നു ഗൈസ്. ഞാൻ എൻ്റെ അടുത്ത് മൈക്കോണൊക്കെ പറഞ്ഞു കോയും കാടാ അമ്മ പറയുന്നു. അവനൊന്നും പറഞ്ഞില്ല. ഇരുന്ന് കാണിക്കുമായിരുന്നു. അപ്പൊ പിന്നെ എന്തരാ നോക്കിയപ്പം അവൻ എന്തൊരു ഫോളോ മീന്നിട്ട് ഗൈസ്. ഫോളോ മീന്നിട്ട് എന്നിട്ട് നേരെ പോയപ്പോ വണ്ടി എടുത്ത് ഇങ്ങോട്ടാ കൊണ്ടുപോയി. പിന്നെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം ഒരു സംഭവം നടന്ന് ഇവനത് നമ്മളിങ്ങനെ വണ്ടികൾ നേരെ പോയി. എന്നിട്ട് വേറൊരു വണ്ടി കൂടി എടുത്തു. അപ്പൊ വേറെ വണ്ടി കൂടി എടുത്തിട്ട് നമ്മൾ നേരെ പോയപ്പോ നമ്മളെ വണ്ടി പറന്നു പോയി. ആദ്യം അടുത്ത് ചാടി കൊടുത്ത് എന്റെ ഇച്ചിരി ഒരു ലൈഫ് കുറഞ്ഞു. ലൈഫൊക്കെ കുറഞ്ഞു. ഞാൻ പിന്നെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവനാണെങ്കിൽ വണ്ടി എടുക്കാൻ ഈ വണ്ടിക്കൊണ്ട് പോയി. എന്നാലും ഒരു വണ്ടി ഇവിടെ ഈ വണ്ടി എടുക്കാൻ നമ്മൾ ബസ് ഇട്ടപ്പോ ഒരു കാര്യം നടന്നു. ഞാൻ ഇങ്ങനെ അല്ലല്ലോ വെച്ചിരുന്നു. കണ്ട ഇടിച്ചിട്ട് മൂച്ചിട്ട് പോയിരുന്നു. നമ്മൾ ആ ആഴ്ച ഇടിച്ചു. നമ്മളെ ടീമേറ്റിനെ അറിയാൻ വിചാരിച്ചു. അവിടെ ഒരു ടീമേറ്റ് എല്ലാം വച്ചിട്ടൊന്നും വിളിക്കുമെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ഇവനെ റിവൈവ് ചെയ്തത്. ആ ഡ്രോപ്പ് എടുക്കാമെന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞ് നമ്മള് സ്കോപ്പ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ പെട്ടെന്ന് റിവൈവ് ആവുമല്ലോ. അത് പണ്ടത്തെ എന്റെ ഒരു കൂട്ടുകാരൻ പണ്ടത്തെ ട്രിക്കാണ്. ഞാൻ പിന്നെ അങ്ങനെ പിന്നെ ഇവിടെ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയ ലെവൽ 5 വെസ്റ്റ്. ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. ലെവൽ 5 വെസ്റ്റ് അത് കിട്ടിയ എനിക്ക് വെറുതെ കിട്ടി ലെവൽ 5. പിന്നെയാണ് മനസ്സിലായി ഇവിടെ ഒരു എനിമി ഉണ്ട്. ചുമ്മാ അല്ലോ ഗ്ലൂ ഇടുന്നതെന്ന് വിചാരിച്ചു. പിന്നെ സൗണ്ട് കേട്ടു. ഇവനാണെങ്കിൽ വെറുതെ എന്തുവാ ഗ്ലൂ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ അവന് 150 കൊടുത്തു. എനിക്ക് നല്ല ഡാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് മെഡ് അടിക്കാതെ എന്റെ ടീമേറ്റ് വരുവാണ്ട് ഞാൻ ഇങ്ങനെ ഓറിയൊന്നും ഇട്ടായിരുന്നു. പിന്നെ എന്റെ ടീമേറ്റ് അവന്റെ AW ഇരിക്കുന്നത്. അവൻ നമ്മളെ AW എടുക്കാന്ന് വിചാരിച്ചു. AW എടുത്ത് പിന്നെ കളിയെന്ന് തുടങ്ങി. കളിയെന്ന് എടുത്തപ്പോ നമ്മളെ പ്രൈം എടുത്തു ഗൈസ്. പ്രൈം അങ്ങനെ നമ്മൾ നോക്കുമ്പം എന്റെ ഈ ഹെൽമെറ്റ് ലെവൽ 5ഉം പിന്നെ ഇതും മറ്റേ എന്താ വെസ്റ്റും ലെവൽ 5 കിടക്കുന്നു ഗൈസ്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴായിരുന്നു മനസ്സിലായ. പിന്നെ ഞാൻ എന്തെന്ന് എനിക്കറിയില്ല. ഇതെന്തൊരു സ്റ്റക്കായി നിന്ന മറ്റേ ഇതിനാണ് ഫോട്ടോ എടുത്തോണ്ടിരുന്നു. അതിന്റെ ഫോട്ടോ ഞാൻ ആദ്യമായിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ അത് എനിമിയാണ് നൈസ്. ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ ഒരു മാർക്ക് ഒരു ആമ തോന്നുന്നുണ്ടായിരുന്നു. അവൻ മാർക്ക് ചെയ്ത് വേണമെങ്കിൽ എടുത്തെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു എനിമി ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഒരു 205 ഡാമ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനെ നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അവൻ പൊങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് പിന്നെ കണ്ടില്ല അവനെ.
അവൻ പൊങ്ങിയിരുന്നു. ഓക്കെ, നമ്മൾക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ട് കറങ്ങി കളിച്ച് നമ്മൾ എവിടെയാണ് എനിമി എവിടെ അതെങ്ങോട്ട് പോയെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു. എന്നിട്ട് ആ ആരെങ്കിലും ചാടിയാൽ നമുക്ക് ഇത് ഇട്ട് വെച്ചാൽ ഇവിടെ ഒരു നമ്മൾ 135 ഗ്രാം എടുത്തപ്പോൾ അവൻ നമ്മളെ ചില്ലി കിട്ടി. അവൻ എല്ലാം ചില്ലിക്കളഞ്ഞു. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എനിമി നമ്മൾ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ വിളി കിട്ടുക. നമ്മൾ ഓറിയോൺ ഇട്ട് ഇത്തിരി ഡാം കൊടുത്തായിരുന്നു. അപ്പൊ അവൻ ഗ്രനേഡ് ഇട്ടു. അപ്പൊ ഗ്രനേഡ് ഇങ്ങോട്ട് തെറിച്ച് വന്നപ്പോ എനിക്ക് ഇത്തിരി ലൈഫൊക്കെ കുറഞ്ഞായിരുന്നു. പിന്നെ ഗ്രനേഡ് അടിച്ച് പോവാന്ന് പറഞ്ഞപ്പം നമ്മളിങ്ങനെ ഗ്രനേഡ് അടിച്ച് പോവാന്ന് പറഞ്ഞപ്പം ഒരു എനിമി ഇവിടെ നിന്ന് എവിടെയോ ചാടിയപ്പം എന്റെ ഒരു മുമ്പിൽ എനിമിയോടെ എന്നിട്ട് ആ ടീമേറ്റ് അടിക്കാതെ അവിടെ വാങ്ങിച്ചില്ല. പിന്നെ ഇവനാണെങ്കിൽ തോണടാകുമ്പോൾ എനിക്കൊന്നും അടിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയാ എന്റെ ലെവൽ 5 എന്റെ ഇരിക്കുന്നോണ്ടാണ് കഴിച്ചത്. അപ്പൊ അങ്ങനെ എന്താ പറയാ ഈ വലിയ സോണിൽ നമ്മൾ ഒരു 9 പേരൊക്കെ വന്നു. വലിയ സോണിൽ 9 പേര് വലിയ സോണായിരുന്നു. 9 പേര് അവന്റെ ടീമേറ്റ് പിന്നെ അവനെ റിവൈവ് ചെയ്യാൻ പോയി. പിന്നെ വണ്ടിയൊക്കെ തെറിച്ചൊക്കെ പോയി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഇവനെ ടീമേറ്റിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി എടുത്ത് അങ്ങോട്ടാ ഓടി. ഞങ്ങള് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഒരുത്തനാണെങ്കിൽ എവിടെ നോക്കി അടിക്കുന്നു എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അതിപ്പം കാണിച്ചു തരാം ഗൈസ്. അത് ഇപ്പം വരും ഗൈസ്. ഓക്കെ, ഇതിനാ ഒരു കാര്യം ചെയ്യുന്ന എന്തിനാ കളയാൻ വേണ്ടിട്ട്. പിന്നെ ഞാൻ ഇവിടെ ബബിളും ചെയ്യണ്ട്. ഈ ബബിൾ എടുക്കാന്ന് പറഞ്ഞിരുന്നപ്പം ബബിൾ എടുത്തോണ്ടിരിക്കുമ്പോ ബംഗാളി മറ്റൊരു ഏതൊരു സാജിദ് എന്ന് പറയുന്ന സാജിദ് എന്തരാ സാജിദ് എന്ന് പറയുന്ന ഒരുത്തനും കൂടി എന്നെ സഹായിച്ച് അങ്ങനെ അത് തുറന്നു കഴിച്ചു. പിന്നെ ഞാൻ വെറുതെ ഇത് ഇങ്ങനെ പൊട്ടിക്കാന്ന് വിചാരിച്ച് പിന്നെ പൊട്ടിച്ച് ഇങ്ങനെയൊക്കെ എന്നിട്ട് എന്തരാ ചെയ്ത് കഴിച്ച റിപ്പയർ കിറ്റ് അവൻ എടുത്തോണ്ട് പോയി കഴിച്ചു. അതുകൊണ്ട് എനിക്ക് അപ്പം അവനിങ്ങനെ പോയി വരാം. അപ്പൊ ഒരുത്തനാണെങ്കിൽ വണ്ടി എടുത്തോണ്ട് മുമ്പിലോട്ട് വരുന്നു. ഈ വണ്ടി എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എനിമി ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇവിടെ ഒരാള് തുള്ളി പോലും ഇല്ല. ഉം 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 ഉം. ഇവിടെയാണ് ഭയങ്കര വ്യത്യാസം. ഇവിടെ ഇനി ഒരാളും കൂടി അല്ല 2 പേരും കൂടി അല്ലേ. ഇവന്മാരെ റിവൈവ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിങ്ങനെ റൂഫ് കയറിയിട്ട് അടിക്കാന്ന് വിചാരിച്ചപ്പോ ചിലവരൊക്കെ എന്നെ അവിടെ നിന്നൊക്കെ അടിച്ചടിച്ച് ലോങ്ങിൽ നിന്നൊക്കെ അടിച്ചോണ്ടിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ എവിടെ നിന്നോ അടിച്ചു എന്നെ അടിച്ച്. അത് എവിടെ നിന്നോ അടിച്ചു. പിന്നെ ബാക്കിൽ നിന്നായിരുന്നു പിന്നെ ഓറിയോടിട്ട് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞപ്പോ വേറെ ഒരുത്തൻ വന്ന് അടിക്കുന്നു. എനിക്ക് തോന്നി എന്നെ അടിക്കുമെന്ന്. ഞാൻ ബ്ലൂ ഇട്ട് പിന്നെ ഇപ്പൊ ചാവൂന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഈ ഹോളിൽ കൂടി തട്ടി ചാടി. അപ്പൊ ഞാൻ ചത്തില്ല, രക്ഷപ്പെട്ട്. ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ എന്റെ ഒരു ഇവൻ ഇവിടെ കേറാന്ന് വിചാരിച്ചു. ഇവിടെ റൂഫിൽ കയറി ഞാൻ ഇനി കേറുന്നില്ല. അപ്പൊ അവൻ റൂഫിൽ കയറിയപ്പോ അവൻ താഴെയും വീണു. ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് കാരണം അവൻ എവിടെന്നോ എന്നെ എനിമി എവിടെന്നോ അടിച്ചു. പക്ഷെ 150 കൊടുക്കായിരുന്നു അത് സിമ്പിളായിട്ട്. പക്ഷെ ഞാനത് പെട്ടെന്ന് കണ്ടില്ല കൈസ്. അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഒരു 150 കൊടുത്തു. പക്ഷെ അപ്പൊ ഞാൻ തന്നെ ചാടി ഒന്ന് പോയി അറിയാതെ ഇവിടെ ഇങ്ങനെ സൈഡിലോട്ട് വന്നടിക്കാന്ന് വിചാരിച്ചപ്പം വീണ്ടും 150 കൊടുത്താൽ എന്റെ അടുത്ത് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മള് ഒരു ഗ്രനേഡ് എടുത്ത് അങ്ങോട്ട് എറിച്ചു എന്ന് പറഞ്ഞിരുന്നപ്പോ ഇവിടെ ഒന്നോ അടിക്കുന്ന വെച്ചപ്പോ അല്ലടാ അങ്ങോട്ട് ഇപ്പൊ ചാവൂന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന് 150 കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരുത്തനാണെങ്കിൽ സോണിന്ന് ചാവാൻ പോണു. അപ്പം അവനെ 150 കൊടുത്തു. പിന്നെ വേറെ ഒരു 150 കൊടുത്തപ്പോ അവൻ ടീമായി ഞാന് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഒരാളും കൂടി ഉള്ളായിരുന്നു. അവളിങ്ങനെ നിൽക്കുമ്പോ എവിടെന്നോ അടിക്കുന്നു. അങ്ങനെ മനസ്സിലായില്ല കാശ്. അപ്പം അവിടെ നിന്നോ നോക്കിക്കൊണ്ടിരുന്നപ്പം സോണം വന്നു. നല്ല ചെറുതായിട്ട് ഡാം കിട്ടിയിട്ടുണ്ടായിരുന്നു.
അവളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ എവിടുന്നോ അടി കിട്ടു എന്ന് പറഞ്ഞു അടി കിട്ടി. കണ്ടില്ലേ, നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോ എവിടുന്നോ അടി കിട്ടി. നമ്മൾ തോനെ കിട്ടും പൊട്ടാതിരിക്കാൻ വേണ്ടി അവന് അങ്ങനെ ഇങ്ങനെ അവനെ പൊക്കോണ്ടിരിക്കുമ്പോ ഇവനാണെങ്കിൽ റഷ് ചെയ്ത് നിന്നും കൊടുത്തു വെറുതെ. ഞാൻ അവിടെ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവന് നല്ല ഹെഡ് ഒന്ന് കൊടുത്ത് അവനെ നമ്മൾ പൂയി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? അവൻ പൂയി എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും ചെയ്യാ. പീസ് ഔട്ട്.